ഇവിടെ ഒരു സാധനം വെച്ചാൽ കാണത്തില്ലോ. എന്നാലും അതെവിടെ പോയി? ഞാൻ ഇതിവിടെ ആണല്ലോ വെച്ചത്. സുമേ, എടി സുമേ. രാവിലെ തന്നെ തുടങ്ങിയല്ലോ. എന്നാ കിടന്ന് കാറുന്നത്? ഞാനിവിടെ വച്ച പൈസ എന്തിയടി? നിങ്ങളുടെ പൈസ ആർക്ക് വേണം? എവിടെ വെച്ചാന്നാ നോക്ക്. രാവിലെ ബാക്കിയുള്ളവരുടെ മേക്കിട്ട് കയറാതെ. വേഗം ആരെടുത്തെന്ന് വെച്ചാൽ എൻ്റെ പൈസ ഇപ്പൊ തന്നേക്കണം. ഇതല്ലേ നിങ്ങളുടെ പൈസ? കണ്ണും കാണത്തില്ല. ദേ, കണ്ണ് കാണാത്തതേ എനിക്കല്ല, എന്റെ കെട്ടിയവനടുത്തനുണ്ടല്ലോ എന്റെ മോൻ, അവനാ കണ്ണ് കാണാത്തത്. രാവിലെ തന്നെ തുടങ്ങിയാലുണ്ടല്ലോ. അതേടി, അവൻ ആയ കാലത്ത് കണ്ണ് കാണായിരുന്നെങ്കിലേ നിന്നെപ്പോലെ ഒരു തീ വീട്ടിൽ വരത്തില്ലായിരുന്നു. അങ്ങനെ ചുമ്മാ വലിഞ്ഞു കയറി വന്നോളൊന്നും അല്ലേ ഈ സുമ. പിന്നെ കൊട്ടക്കണക്കല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇങ്ങോട്ട് കയറി വന്ന ഒറ്റ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ദൈവമേ, എന്റെ തല അങ്ങ് എടുത്താ മതിയായിരുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ? കൊറേ നേരമായി രണ്ടും കൂടെ. എടി സുമേ, സൂം കണക്ട് നീ ഒന്നും ഇരിക്കുന്നില്ലേ? നല്ല പാട്ടുകളൊക്കെ പാടി ദൈവത്തെ ആരാധിപ്പാം, ബലപ്പെടുത്തി സ്തോത്രം ചെയ്യാം. നമ്മുടെ കറിയാച്ചനും കുടുംബവും ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ എന്തോ സാങ്കേതിക തകരാറ് മൂലം അവർക്ക് കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് സാക്ഷ്യങ്ങൾ കഴിഞ്ഞെങ്കിലും സഹോദരിമാർക്ക്, കറിയാച്ചൻ്റെ കുടുംബത്തിലെ സഹോദരിമാർക്ക് സാക്ഷ്യങ്ങൾ പറയാനുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണ്. ദയവായിട്ട് പറഞ്ഞാട്ടെ, സാക്ഷ്യം പറഞ്ഞാട്ടെ. സുമ സഹോദരി സാക്ഷ്യം പറഞ്ഞാട്ടെ. ഹലോ, കേൾക്കാവോ? ഓക്കെ. സുമ സഹോദരി സാക്ഷ്യം പറഞ്ഞാട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റേഞ്ച് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സമയത്തിന് കയറാൻ പറ്റിയില്ല. കഴിഞ്ഞൊരാഴ്ച കാലം എൻ്റെ കർത്താവ്, എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. പ്രിയപ്പെട്ട സുമ സഹോദരി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും സഹോദരിയെ ഓർത്ത് വളരെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം സാക്ഷ്യമാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും എപ്പോഴും കണ്ണുനീരൊഴുക്കുന്നൊരു സഹോദരിയാണ്. നമ്മുടെ സഭയിലെ മറ്റും പല സഹോദരിമാർക്കും മാതൃകാപരമായിട്ടുള്ള ആത്മീക അനുഭവങ്ങളുള്ളൊരു സഹോദരിയാണ്. സഹോദരിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും കൊണ്ട് എനിക്ക് ഒന്നും പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ദൈവം സഹോദരി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്മാമ്മ 2 വാക്ക് പറഞ്ഞാട്ടെ. അമ്മാമ്മ കേൾക്കാവോ? 2 വാക്ക് പറഞ്ഞാട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ സഭയിലെ ഒരു മുതിർന്ന സഹോദരി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. നമ്മൾ സഹോദരിമാർ കുടുംബത്തിൻ്റെ വിളക്കായിരിക്കണം, സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം കൃപയോടുകൂടിയതായിരിക്കണം. നമ്മൾ നന്നായാൽ കുടുംബം നന്നാകും, കുടുംബം നന്നായാൽ സഭ നന്നാകും. ഞാനും ദൈവം എനിക്ക് തന്ന എൻ്റെ മോളും ഞങ്ങൾ എപ്പോഴും നമ്മുടെ സഭയിലെ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ സഭയുടെ അനുഗ്രഹത്തിനായി നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നെറ്റ് പോയെന്നാ തോന്നേ. കട്ടായി പോയല്ലോ. മോനെ, വീഡിയോ കട്ടായോടാ? പോയി. ഡി മൂദേവി, ദേ വരുന്നടി. എൻ്റെ ദൈവമേ. പ്രിയമുള്ളവരെ, ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. കിട്ടിയാടുന്ന കപടവേഷ്യങ്ങളുടെ പഴക്കവും തഴക്കവും കൊണ്ട് തിരുത്തലുകൾക്ക് വിധേയമാകാൻ മനസ്സുവെക്കാത്ത കപടഭക്തർക്ക്, സഭയുടെ 4 ചുവരുകൾക്കുള്ളിൽ ആത്മികതയുടെ അനുഭവങ്ങൾക്ക് പകരം അഭിനയങ്ങൾ കൈമുതലാക്കിയ പൊയ്മുഖങ്ങൾക്ക് മാറേണ്ടത് പ്രഹസനങ്ങളാണ്, അർത്ഥശൂന്യമായ പ്രകടനങ്ങളുമാണ്. അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവം അന്തരംഗത്തിൽ നമ്മെ ജ്ഞാനം ഗ്രഹിപ്പിക്കട്ടെ. താങ്ക് യു ഓൾ.